ഓക്കെ, നിങ്ങൾക്ക് 50,000 രൂപ ബഡ്ജറ്റ് റേഞ്ചിന് താഴെ വാങ്ങാൻ പറ്റിയ ഒരു ചീപ്പായുള്ള ഫ്ലിപ്പ് ഫോണാണ് ഈ ഒരു ടെക്നോ ഫാൻറ്റം വി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു ബാങ്ക് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഓഫേഴ്സോ കാര്യങ്ങളോ ഇല്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 49,999 രൂപയാണ്. കറക്റ്റ് 50,000 രൂപ ബഡ്ജറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഒരു ഫ്ലിപ്പ് ഫോണിൽ വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന സമയത്ത് ഈ ഒരു മോഡലിനുണ്ടോ, അതുപോലെ എന്തെങ്കിലും കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസും കാര്യങ്ങളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു മോഡലിന് വേണ്ടി ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫ്ലിപ്പ് ഫോൺ വാങ്ങാൻ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുമോ, അതല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രൈസ് ഇട്ടിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് നിങ്ങൾ പ്രീമിയം ആയുള്ള മറ്റ് ബ്രാൻഡുകളുടെ മോഡൽസ് ചൂസ് ചെയ്യുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലിപ്പ് ടൈപ്പുള്ള സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പ്രീമിയം ബിൽഡും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ലെതർ ബാഗും കാര്യങ്ങളാണ് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നത്. അത് മാത്രമല്ല അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിനകത്ത് IP_X2 റേറ്റിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വെള്ളമോ കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ വിഷയമില്ല. നിങ്ങൾ വെള്ളത്തിൽ കൊണ്ട് മുക്കിയിട്ട് കഴിഞ്ഞാൽ ഫോൺ അടിച്ചു പോകും. അതായത് ചെറിയ ചാറ്റൽ മഴ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം IP_X2 റേറ്റിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, അതുപോലെ തന്നെ SD കാർഡ് സ്ലോട്ട് ഇല്ല. പിന്നെ ഒരു സിമ്മ് മാത്രമാണ് നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ സിമ്മും നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതും ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കുക. പിന്നെ ഇതിൻ്റെ ഹിഞ്ചസ് ഉണ്ടല്ലോ, അത് സ്റ്റീൽ ബേസ്ഡ് ആയുള്ള ഹിഞ്ചസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് ഡിസ്പ്ലേ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലെ ആ ഒരു സർക്കിൾ ഡിസ്പ്ലേയും അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ മെയിൻ ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേ കാര്യം പറയുന്ന സമയത്ത് ഒരു ഹൈ എൻഡ് ടൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈ ലെവലായിട്ടുള്ള ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളും നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 6.9 ഇഞ്ചിൻ്റെ ഫോൾഡബിൾ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മെയിൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 10 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ആണ്. 120 റിഫ്രഷ് റേറ്റും കാര്യങ്ങളുണ്ട്. വിത്ത് LTPO ടെക്നോളജിയും കാര്യങ്ങളും ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഈ ഒരു ഗ്ലാസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തിൻ അൾട്രാ ഗ്ലാസും കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹിഞ്ചസിൻ്റെ ആ ഒരു വെട്ടില്ലേ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു മടക്ക് നമുക്ക് അത്ര പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. വളരെ എന്താ പറയുക മിനിമലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ പവർ ഓഫ് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരു റിഫ്ലക്ഷനോ കാര്യങ്ങളോ നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഹിഞ്ചസ് അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രീൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹിഞ്ചസ് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഒരു മോഡൽ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡബിൾ ആവുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക പകുതി വെച്ച് ഇങ്ങനെ തുറന്നിരിക്കുക അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ ലെവലിൽ നിൽക്കണമായിരിക്കും. യാതൊരു ഗ്യാപ്പും കാര്യങ്ങളും അതിനിടയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബാക്ക് സൈഡിലെ സ്ക്രീനും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള സ്ക്രീനും കാര്യങ്ങളാണ് വരുന്നത്. അതിൽ തന്നെയാണ് ക്യാമറ സിസ്റ്റം കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 1.32 ഇഞ്ചിൻ്റെ ഒരു കവേർഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ 60 Hz ആണ് അതിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നത്. 800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. അതുപോലെ Gorilla Glass 5 പ്രൊട്ടക്ഷനും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ മറ്റ് ഫ്ലിപ്പ് ഫോണുകളിലുള്ള പോലെ തന്നെ കുറേയധികം കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട്. നിങ്ങൾക്ക് വിഡ്ജറ്റ് കാര്യങ്ങൾ അതിലിടാം, അതുപോലെ തന്നെ ടൈം ഫേസും കാര്യങ്ങൾ അതിലിടാം. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ, അതായത് കസ്റ്റമൈസേഷൻ ചെയ്യാൻ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതൊക്കെ ഈ ഒരു മോഡലും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഒന്നും യാതൊരു കോംപ്രമൈസും കാര്യങ്ങളും ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ടെക്നോയുടെ തന്നെ ഹൈ OS എന്ന് പറയുന്ന ഒരു OS ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ തന്നെ സോഫ്റ്റ്വെയർ ആണത്. ആ ഒരു OS ആണ്. അപ്പം ഈ ഒരു OS നമുക്ക് 2 വർഷത്തെ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. കുറച്ച് പ്രീ ഇൻസ്റ്റാൾ ഉള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു ടെക്നോയുടെ സൈഡിൽ നിന്ന് തന്നെയുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റും. യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും അവിടെ വരുന്നില്ല. പക്ഷേ അല്ലാണ്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ ഒരു മോഡൽ കണ്ടുവരുന്നില്ല. പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഒന്നും അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ. അതായത് MediaTek Dimensity 8050 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 8GB റാമും LPDDR4X റാം വേരിയൻ്റ് ആണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. 256GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് അല്ല ഇത്. പക്ഷേ ഈ ഒരു ഫ്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മോഡൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചിപ്സെറ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് ഗെയിമിംഗ് കളിക്കാൻ വേണ്ടിയുള്ളൊരു ഫോണല്ല, അത് നിങ്ങൾ ഓർത്തിരിക്കണം. അത് മാത്രമല്ല നിങ്ങൾ ഡെയിലി ബേസ് യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ക്യാമറയുടെ സൈഡ് വാം ആവുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ കുറച്ച് ത്രോട്ടിലിംഗ് ഇഷ്യൂസും കാര്യങ്ങളും ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ഗെയിമിങ്ങിന് വേണ്ടിയുള്ളൊരു സ്മാർട്ട് ഫോൺ അല്ല. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇത് പവർ ചെയ്യാനായിട്ട് നമുക്ക് 4000 mAh ബാറ്ററിയും അതുപോലെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ക്യാമറ സിസ്റ്റം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 64 MP ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് OIS അല്ല വരുന്നത്, EIS ആണ് വരുന്നത്. അതും ജസ്റ്റ് നോട്ടീസ് ചെയ്തിരിക്കുക. OISൻ്റെ അത്രയും ബെറ്റർ ആയിട്ടൊന്നും വരില്ല ഈ ഒരു EIS എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നോട്ടീസ് ചെയ്തിരിക്കുക. അതുപോലെ നമുക്ക് ഇതിനകത്ത് 13 MP
മെഗാപിക്സലിൻ്റെ ട്രയാങ്കിൾ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ക്യാമറയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് സമ്മതിക്കാം. പക്ഷേ എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് സ്മാർട്ട് ഫോൺസ് നോക്കുന്ന സമയത്ത് അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര ബെറ്റർ ആയുള്ള ക്യാമറ ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. അതും ജസ്റ്റ് നോട്ടീസ് ചെയ്യുക. പക്ഷേ ഇതൊരു ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഡീസൻ്റ് ആയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെൽഫി ക്യാമറയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ കാണാനൊന്നും പറ്റില്ല, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് 14 5G ബാൻഡ്സ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. അതുപോലെ NFC കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.1 ആണ് ഇതിൽ വരുന്നത്. വൈഫൈ 6 ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മോഡൽ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെ ഉള്ളൊരു മോഡൽ തന്നെയാണ്. കാരണം വെച്ചാൽ ഇത്രയും പ്രൈസ് റേഞ്ച് ഇത് പ്രൈസ് കുറഞ്ഞിട്ട് ഒരു ഫ്ലിപ്പ് ഫോൺ നിങ്ങൾക്ക് കിട്ടാൻ ഒരു ചാൻസ് കുറവാണ്. അപ്പം അവിടെയാണ് ഈ ഒരു ടെക്നോ ഫാൻറ്റം വി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു നല്ലൊരു മോഡൽ തന്നെയാണ്. അതുമാത്രമല്ല നമുക്കിപ്പം ഓഫേഴ്സും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറയാൻ നല്ല ചാൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞിട്ട് ഒരു 40,000 രൂപ ബഡ്ജറ്റ് ആ ഒരു കാറ്റഗറിയിലേക്കൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ 45,000 രൂപ ആ ഒരു ബഡ്ജറ്റിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതായത് ഒരു ഫ്ലിപ്പ് ഫോൺ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ഈ ഒരു മോഡൽ എടുക്കുമോ, പ്രൈസ് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമോ ഇല്ല എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.